Hi students. So ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മൊഡ്യൂൾ 4ലുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Studies show that the capacity of an empty human stomach is 1.5 liters on average. Give a greedy algorithm to output an efficient lunch menu, maximizing the total nutritional value. The available items along with their nutritional values are tabulated below. So ക്വസ്റ്റ്യനിൽ ഒരു കപ്പാസിറ്റി എംപ്റ്റി സ്റ്റൊമക്കിൻ്റെ കപ്പാസിറ്റി തന്നിട്ടുണ്ട് 1.5 ലിറ്റേഴ്സ് ആണ്. ഗ്രീഡി അപ്രോച്ചാണ് നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടത്. ഗിവ് എ ഗ്രീഡി അൽഗോരിതം ടു ഔട്ട്പുട്ട് എഫിഷ്യൻറ്റ് ലഞ്ച് മെനു. ഓക്കെ, ആ എഫിഷ്യൻറ്റ് ലഞ്ച് മെനുവിൽ എന്താണ് വി ഹാവ് ടു മാക്സിമൈസ് ദി ടോട്ടൽ ന്യൂട്രീഷണൽ വാല്യൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓരോ റെസിപ്പിയും കറസ്പോണ്ടിങ് അവൈലബിൾ ക്വാണ്ടിറ്റി അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ ക്വസ്റ്റ്യൻസിൽ തന്നിട്ടുണ്ട്. ഫൈനലി യു മേ അസ്യൂം ദാറ്റ് 1 കപ്പ് ഈസ് ഈക്വലൻ ടു 250 ml. സോ മാർക്സ് ടോട്ടൽ മാർക്സ് ഈ ഒരു ക്വസ്റ്റ്യന് 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ അൽഗോരിതം നമുക്ക് ഗ്രേഡി അൽഗോരിതം എഴുതേണ്ടി വരും. ദെൻ ഈ ഒരു ടേബിൾ തന്നത് കാരണം ഇതിൻ്റെ മാക്സിമൈസ് ചെയ്തിട്ടുള്ള ടോട്ടൽ ന്യൂട്രീഷണൽ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ പ്രീവിയസ് ഗ്രേഡി അപ്രോച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫ്രാക്ഷണൽ നാപ്സാക്ക് പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് സെയിം അപ്രോച്ചാണ് നമ്മൾ ഇവിടെയും സോൾവ് ചെയ്യാൻ അപ്ലൈ ചെയ്യണത്. ഓക്കെ, സോ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ക്വസ്റ്റ്യൻ ആദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കണോ. ഇപ്പോൾ ഇതിനകത്ത് സ്റ്റൊമക്കിൻ്റെ കപ്പാസിറ്റി 1.5 ലിറ്റേഴ്സിലാണ്. അവൈലബിൾ ക്വാണ്ടിറ്റി ഇപ്പോൾ കുക്ക്ഡ് റൈസ് ആണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി എല്ലാം കപ്സിലാണ്. ന്യൂട്രീഷണൽ വാല്യൂ കാലറീസ് ആണ് അതിൻ്റെ യൂണിറ്റ്. അവൈലബിൾ ക്വാണ്ടിറ്റി എല്ലാം കപ്സ് ആണ്. അപ്പോൾ നമുക്ക് എത്ര ക്വാണ്ടിറ്റീസ് നമുക്ക് സ്റ്റൊമക്കിൽ ആഡ് ചെയ്ത് എന്താണ് സ്റ്റൊമക്കിൻ്റെ കപ്പാസിറ്റി മാക്സിമം കപ്പാസിറ്റി വരെ നമുക്ക് റെസിപ്പീസ് ആഡ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആണ്. ഇവിടെ കപ്സ് ആണ്, സ്റ്റൊമക്കിൻ്റെ കപ്പാസിറ്റി ലിറ്റേഴ്സിലാണ്. ദെൻ 1 കപ്പ് ഈസ് ഈക്വലൻ ടു 250 ml മില്ലി ലിറ്ററിലുമാണ്. സോ നമ്മൾ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ് തന്നിട്ടുണ്ട്. സോ ഫൈനലി നമ്മൾ ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം ഈ അവൈലബിൾ ക്വാണ്ടിറ്റീസ് എന്നുള്ളത്. സോ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാം. കറസ്പോണ്ടിങ് നമ്മൾ ടേബിൾ ഉണ്ട്. സോ ഇതിനകത്ത് അവൈലബിൾ ക്വാണ്ടിറ്റീസ് ഇപ്പോൾ ഈ ഒരു ഫീൽഡ് ഉണ്ട്. അവൈലബിൾ ക്വാണ്ടിറ്റി, സോ ഈ ഒരു ഫീൽഡിൽ നമുക്ക് വാല്യൂസ് എല്ലാം നമുക്കറിയാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 കപ്പ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 250 ml ആണ്. ഓക്കെ, സോ നമുക്കെല്ലാം അവൈലബിൾ ക്വാണ്ടിറ്റി കപ്സ് എന്നുള്ള യൂണിറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, കപ്സ് എന്നുള്ള യൂണിറ്റിൽ നിന്ന് മില്ലി ലിറ്റർ എന്നുള്ള യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാം നമുക്ക് സെയിം മില്ലി ലിറ്റർ കൺസെപ്റ്റിൽ തന്നെ ആ യൂണിറ്റിനെ ബേസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ എല്ലാം സെയിം യൂണിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2.5 ഇൻറ്റു 250, 1.5 ഇൻറ്റു 250, 0.5 ഇൻറ്റു 250, 0.5 ഇൻറ്റു 250, ദെൻ 1 ഇൻറ്റു 250, 2 ഇൻറ്റു 250. ഓക്കെ, സോ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവുക കുക്ക്ഡ് റൈസ് എന്ന് പറയുന്നത് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടാം 625 ആണ്. ഈ ഒരു വാല്യൂ ആണെങ്കിൽ 375. ഇത് കമ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 125, ഇവിടെയും 125, ദെൻ 250, ദെൻ 500. ഓക്കെ, സോ നമുക്ക് ആ ഒരു അവൈലബിൾ ക്വാണ്ടിറ്റീനെ എല്ലാം മില്ലി ലിറ്ററിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഓക്കെ, നമുക്ക് ജസ്റ്റ് നെയിമിങ് ചെയ്യാം. ഇപ്പോൾ x1 എന്നുള്ള ഒബ്ജക്റ്റ്, x2 അടുത്ത റെസിപ്പി, x3, x4, x5, x6. സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് അടുത്ത ടേബിൾസിൽ വേണമെങ്കിൽ ഈ റെസിപ്പി നെയിം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒബ്ജക്ട്സ് നെയിം മാത്രമായിട്ട് യൂസ് ചെയ്യാം, ഏതായാലും കുഴപ്പമില്ല. സോ നെക്സ്റ്റ് നമുക്ക് ഈ ന്യൂട്രീഷണൽ വാല്യൂ നമുക്കറിയാം. ഇപ്പോൾ 625 ml കുക്ക്ഡ് റൈസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ ആണ് 800 കാലറീസ്. ഓക്കെ, അപ്പോൾ എല്ലാം ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ആണ്. സോ പെർ ml നമുക്ക് എത്രയാണ് ന്യൂട്രീഷണൽ വാല്യൂ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതാണ് നമ്മൾ നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ നമ്മൾ അതിന് വേണ്ടി ചെയ്യേണ്ടത് ന്യൂട്രീഷണൽ വാല്യൂ എന്നുള്ള കോളം, ആ വാല്യൂ ഡിവൈഡഡ് ബൈ അവൈലബിൾ ക്വാണ്ടിറ്റി. ഓക്കെ, സോ ഈ ഒരു വാല്യൂ ഡിവൈഡഡ് ബൈ ഈ ഒരു വാല്യൂ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പെർ ml എത്രയാണ് അതിൻ്റെ കാലറീസ് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, സോ നമുക്ക് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക 800 ഡിവൈഡഡ് ബൈ 625, ദെൻ 375
375 അല്ല, 140 ഡിവൈഡഡ് ബൈ 375, 50 ഡിവൈഡഡ് ബൈ 125, 200 divided by 125, then 98 divided by 250, 300 divided by 250. സോ നമുക്ക് പെർ എം എൽ ഉള്ള കറസ്പോണ്ടിങ് ന്യൂട്രീഷണൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ ഈ ഒരു വാല്യൂ ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക 1.28, ഈ ഒരു വാല്യൂ ഇവാലുവേറ്റ് ചെയ്താൽ 0.37, 50 by 125 0.4, ഈ ഒരു വാല്യൂ വാല്യുവേറ്റ് ചെയ്താൽ 1.6 ആണ്. ദെൻ നെക്സ്റ്റ് 0.39, ഓക്കെ 0.6. സോ ഈ ഒരു റേഷ്യോ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പെർ എം എല്ലിലുള്ള കറസ്പോണ്ടിങ് കാലറി എത്രയാണെന്നുള്ളത് മനസ്സിലായി. സോ നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൽ ഹയസ്റ്റ് വാല്യൂ ഉള്ളത് നോക്കും. ഹയസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്താൽ 1.6 ആണ് ഏറ്റവും ഹയസ്റ്റ്, then 1.28, then 0.6, then 0.4, then 0.39, then 0.37. അപ്പോൾ ഈ റേഷ്യോനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ടേബിളിനെ ഒന്ന് സോർട്ട് ചെയ്യും. ഓക്കെ, ഈ ടേബിളിനെ സോർട്ട് ചെയ്യാം. അപ്പോൾ സോർട്ട് ചെയ്യുകയാണെങ്കിൽ പർപ്പസ് എന്താണ്? സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 by 1 ആയിട്ട് ഐറ്റംസ് പിക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റമക്കിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു ഡിസെൻഡിങ് ഓർഡറിൽ ആദ്യം ഈ ഒരു റേഷ്യോനെ ബേസ് ചെയ്തിട്ട് സോർട്ട് ചെയ്യാം. സോ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1.6 ആണ്. സോ ഫസ്റ്റ് x4, അപ്പോൾ നമ്മൾ സോർട്ടഡ് ടേബിൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. സോ x4 എന്നുള്ളത് ഐറ്റം ഫിഷ് ഫ്രൈ ആണ്. സോ ഫിഷ് ഫ്രൈ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് 125 ml ആണ്. അതിൻ്റെ കാലറീസ് എന്ന് പറയുന്നത് 200 ആണ്. ദെൻ ഫൈനൽ വാല്യൂ 1.6 റേഷ്യോ. ഓക്കെ, നെക്സ്റ്റ് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് കുക്ക്ഡ് റൈസ് ആണ്. ദാറ്റ് ഈസ് x1 കുക്ക്ഡ് റൈസ്. സോ കറസ്പോണ്ടിങ് 625, 800 calories, 1.28. Next x1. So next value 0.6 ആണ്. സോ 0.6 x4 എന്നുള്ള x6 എന്നുള്ള ഐറ്റം ആണ്. സോ കറസ്പോണ്ടിങ് 500 ml, 300 calories, value 0.6. Okay, next value 0.4 ആണ്. That is corresponding to object 3 x3 potato. So corresponding value 125 ml, 50 calories. 125 ml, 50 calories, 0.4. Okay, next വരുന്നത് 0.39 ആണ്. x5. So corresponding quantity 250 ml, 98 calorie. .39. Okay, next items 0.37 x2 ആണ്. .375, 140 calories. 75, 140 calories, 0.37. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ടേബിൾ കറസ്പോണ്ടിങ് എന്താണ് ഐറ്റംസ് ഉണ്ട്. സോ റെസിപ്പി നെയിം നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ അവൈലബിൾ ക്വാണ്ടിറ്റി ഉണ്ട്. കറസ്പോണ്ടിങ് ന്യൂട്രീഷണൽ വാല്യൂ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ കറസ്പോണ്ടിങ് ന്യൂട്രീഷണൽ വാല്യൂ ബൈ അവൈലബിൾ ക്വാണ്ടിറ്റി.
ക്വാണ്ടിറ്റിയുടെ റേഷ്യോ ഓൾസോ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ ടേബിളിനെ സോർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഗ്രീഡി അൽഗോരിതം അപ്ലൈ ചെയ്യണം. ഗ്രീഡി അൽഗോരിതം എന്താ ചെയ്യാം, നമുക്ക് ഈ ഒരു സോർട്ടിങ് അപ്പോൾ ഹയസ്റ്റ് വാല്യൂ ആയിട്ടുള്ള ഐറ്റം ആദ്യം പിക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റൊമക്കിലേക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ സ്റ്റൊമക്കിൻ്റെ കപ്പാസിറ്റി അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയായിരുന്നു? 1.5 ലിറ്റേഴ്സ് ആണ്. സോ 1.5 ലിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് 1500 മില്ലി ലിറ്റർ ആണ്. സോ നമ്മുടെ മാക്സിമം സ്റ്റൊമക്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1500 ml ആണ്. സോ ഇത് ഫില്ലാവുന്നത് പോലെ നമുക്ക് ഐറ്റംസ് അതിനകത്ത് ഓരോന്ന് പിക്ക് ചെയ്തിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആ ഒരു ടേബിൾ കമ്പ്യൂട്ടേഷൻ. So items, then recipe, nutritional value, available quantity, remaining capacity. സോ നമുക്ക് ആദ്യം നമുക്കറിയാം ഹയസ്റ്റ് ന്യൂട്രീഷണൽ വാല്യൂ ബൈ ml പെർ ml ഹയസ്റ്റ് ന്യൂട്രീഷണൽ വാല്യൂ വരുന്ന ഐറ്റമാണ് നമ്മൾ ആദ്യം പിക്ക് ചെയ്യുക. സോ ആദ്യം നമ്മൾ പിക്ക് ചെയ്യുക X4 എന്നുള്ള ഐറ്റമാണ്. ഓക്കെ, അപ്പോൾ X4 എന്നുള്ള ഐറ്റത്തിൻ്റെ കപ്പാസിറ്റി 125 ml. 125 എന്തായാലും നമുക്ക് സ്റ്റൊമക്കിനകത്ത് പ്ലേസ് ചെയ്യാൻ പറ്റും. സോ X4 ഫുള്ളായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. സോ നമ്മൾ X4 എന്നുള്ള ഐറ്റം ഫുള്ളായിട്ട് ഇൻക്ലൂഡ് ചെയ്യുകയാണ്. റെസിപ്പി നെയിം ഫിഷ് ഫ്രൈ ആണ്. Okay, corresponding nutritional value and available quantity. Nutritional value 200, available quantity 125. So nutritional value 200, available quantity 125. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, റിമൈനിങ് കപ്പാസിറ്റി എത്രയാണ്? ഇത് നമ്മൾ സ്റ്റൊമക്കിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ 1500 നിന്ന് 125 സബ്ട്രാക്ട് ചെയ്യണം. സോ നമുക്ക് കിട്ടുക 1375 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അപ്പോൾ X4 പിക്ക് ചെയ്തു, പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് സെലക്ട് ചെയ്യണത് അടുത്ത റിമൈനിങ് ഐറ്റത്തിൽ ഹയസ്റ്റ് വാല്യൂ വരുന്നത് 1.28 ആണ്. സോ നമുക്ക് X1 എന്നുള്ളതും അതിൻ്റെ കപ്പാസിറ്റി നോക്കി 625 നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് റിമൈനിങ് കപ്പാസിറ്റി നോക്കാം. നമുക്ക് ഒബ്വിയസ്ലി അത് പ്ലേസ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് നമ്മൾ പിക്ക് ചെയ്യണത് ഫുള്ളായിട്ട് എടുക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ പിക്ക് ചെയ്യുന്ന ഐറ്റം കുക്ക്ഡ് റൈസ് ആണ്. കുക്ക്ഡ് റൈസ്. സോ കുക്ക്ഡ് റൈസ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ന്യൂട്രീഷണൽ വാല്യൂ 800, 625 ml. 800, 625 ml. ഓക്കെ, സോ റിമൈനിങ് കപ്പാസിറ്റി എന്തായിരിക്കും? 1375 മൈനസ് 625 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാതെ കിട്ടിയ വാല്യൂ 750 ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ നെക്സ്റ്റ് ഐറ്റം പിക്ക് ചെയ്യാണ്. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് X6 പായസം എന്നുള്ള ഐറ്റമാണ്. സോ കറസ്പോണ്ടിങ് അപ്പോൾ നമുക്ക് ഡിസെൻഡിങ് ഓർഡറിലായതുകൊണ്ട് 1 by 1 ഈ ഓർഡറിൽ സെലക്ട് ചെയ്ത് പോയാൽ മതി. ഓക്കെ, സോ ഇതിനകത്ത് റിമൈനിങ് കപ്പാസിറ്റി ഇതിൻ്റെ കപ്പാസിറ്റി 500 ml ആണ്. നമ്മുടെ റിമൈനിങ് കപ്പാസിറ്റി 750. സോ ഒബ്വിയസ്ലി നമുക്കത് ഫുള്ളും പ്ലേസ് ചെയ്യാൻ പറ്റും. സോ X6 എന്നുള്ള ഐറ്റം നമ്മൾ ഫുള്ളായിട്ട് എടുക്കുകയാണ്. ഐറ്റം റെസിപ്പി നെയിം പായസം. സോ കറസ്പോണ്ടിങ് ന്യൂട്രീഷണൽ വാല്യൂ 300 ആണ്. 500 ml. 300, 500 ml. സോ റിമൈനിങ് കപ്പാസിറ്റി 750 മൈനസ് 500. സോ നമുക്ക് കിട്ടാം 250. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് റിമൈനിങ് കപ്പാസിറ്റി 250 ആണ്. സോ നെക്സ്റ്റ് ഐറ്റം നോക്കാം. നെക്സ്റ്റ് ഐറ്റം പൊട്ടറ്റോ കറിയാണ്. സോ അതിൻ്റെ കപ്പാസിറ്റി 125. സോ അത് നമുക്ക് X3 എന്നുള്ള ഐറ്റം നമുക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റും. സോ X3 ഫുള്ളായിട്ട് എടുത്തു. നമ്മൾ കറസ്പോണ്ടിങ് റെസിപ്പി നെയിം എഴുതി. കറസ്പോണ്ടിങ് ന്യൂട്രീഷണൽ വാല്യൂ 50, 125 ml ക്വാണ്ടിറ്റി. 50, 125 ml ക്വാണ്ടിറ്റി. സോ റിമൈനിങ് എന്തായിരിക്കും? 250 മൈനസ് 125 നമുക്ക് കിട്ടാം 125 ആണ്. ഓക്കെ, സോ നമ്മുടെ സ്റ്റൊമക്കിൽ ഇനി 125 ml ബാക്കിയുള്ളൂ. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ഐറ്റം നോക്കി. നെക്സ്റ്റ് ഐറ്റം ഫുൾ കപ്പാസിറ്റി എടുക്കുകയാണെങ്കിൽ 250. നമുക്ക് 250 സ്റ്റൊമക്കിൽ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ നമുക്ക് ഇതിൻ്റെ ഒരു പോർഷൻ എത്ര വയ്ക്കാൻ പറ്റുള്ളൂ സ്റ്റൊമക്കിൽ? 125. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് X5 ആണ്. അത് നമുക്ക് ഫുള്ളായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ X5 എന്നുള്ള ഐറ്റം നമ്മൾ എത്ര വയ്ക്കുന്നുണ്ടാവുക? റിമൈനിങ് കപ്പാസിറ്റി 125 ആണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എത്രയാണ്? 250 ആണ്. ഓക്കെ, സോ 250. അപ്പോൾ നമുക്ക്
1/2, അതായത് ഹാഫ് പോർഷനാണ് നമ്മൾ ഈ ഒരു ഐറ്റം X5 എന്നുള്ള ഐറ്റം ബട്ടർ മിൽക്കാണ്. സോ ബട്ടർ മിൽക്കിൻ്റെ പകുതിയാണ് നമ്മൾ സ്റ്റൊമക്കിൽ പ്ലേസ് ചെയ്യണത്. ഓക്കെ, സോ പകുതി ആവുമ്പോൾ ന്യൂട്രീഷണൽ വാല്യൂവും അതിൻ്റെ ഹാഫായി വരും. ഓക്കെ, ന്യൂട്രീഷണൽ വാല്യൂ 98 ആണ്. അപ്പോൾ അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ കാരണം എന്താ 250 ml ന്യൂട്രീഷണൽ വാല്യൂ ആണ് 98. നമ്മളിവിടെ വെക്കുന്നത് 125, പകുതി വെക്കുന്നുള്ളൂ. അപ്പോൾ ന്യൂട്രീഷണൽ വാല്യൂ ഹാഫായിട്ട് മാറും. ഓക്കെ, സോ ന്യൂട്രീഷണൽ വാല്യൂ എന്ന് പറയുന്നത് 1/2 × 98 ആവും. നമ്മൾ വയ്ക്കുന്ന ക്വാണ്ടിറ്റി ആക്ച്വലി എത്രയാണ് 125 ആണ് വയ്ക്കുന്നത്. ഓക്കെ, അതായത് 250യുടെ ഹാഫ് തന്നെയാണ് ഇവിടെയും വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 125 സ്റ്റൊമക്കിൻ്റെ കപ്പാസിറ്റി ഇപ്പോഴത്തെ ക്വാണ്ടിറ്റിയും കൂടി പ്ലേസ് ചെയ്താൽ സ്റ്റൊമക്കിൻ്റെ കപ്പാസിറ്റി 0 ആയിട്ട് മാറും. സോ നമുക്ക് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ന്യൂട്രീഷണൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാം. ഓക്കെ, മാക്സിമം ന്യൂട്രീഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീൽഡിൻ്റെ സമ്മേഷനാണ്. ഓക്കെ, മാക്സിമം നമുക്ക് ന്യൂട്രീഷണൽ വാല്യൂ. സോ മാക്സിമം ന്യൂട്രീഷണൽ വാല്യൂ ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും 200 + 800 + 300 + 50 + 98/2 എന്ന് പറയുന്നത് 49. ഓക്കെ, ഇതെല്ലാം കൂടി നമുക്ക് സം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1399 കാലറീസ് ആണ്. ഓക്കെ, സോ മാക്സിമം നമുക്ക് ഗ്രീഡി അപ്രോച്ച് വെച്ച് കിട്ടുന്നത് മാക്സിമം ന്യൂട്രീഷണൽ വാല്യൂ എന്ന് പറയുന്നത് 1399 കാലറീസ് ആണ്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ കേസിൽ സെലക്ട് ചെയ്ത ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒരു ടപ്പിൾ ഫോർമാറ്റിൽ വേണമെങ്കിൽ ഫൈനലി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതായത് നമുക്കറിയാം നമ്മൾ ഇനീഷ്യൽ റെസിപ്പീസിന് നമുക്ക് X1, X2, X3, X4, X5, X6 നമ്മൾ റീനെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ കറസ്പോണ്ടിങ് ഈ ഐറ്റംസ് എല്ലാം സെലക്റ്റഡ് ഐറ്റംസ് എല്ലാം എത്രയാണ് അതിൻ്റെ ഫ്രാക്ഷൻ എടുത്തതെന്നുള്ളത് നമുക്ക് മെൻഷൻ ചെയ്യാം. സോ നമ്മൾ ഇതിനകത്ത് നോക്കിയിട്ട് നമ്മൾ ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ വാല്യൂസ് 1 ആണ്. ഇപ്പോൾ X1, X2 എന്നുള്ള ഐറ്റം നമ്മൾ പ്ലേസ് ചെയ്തിട്ടില്ല. സോ X1 എന്നുള്ളത് 1, X2 എന്നുള്ള ഐറ്റം ഇല്ലാത്തതുകൊണ്ട് 0, X3 1, ദെൻ X4 എന്നുള്ള ക്വാണ്ടിറ്റി 1, X5 1/2, X6 ആണെങ്കിൽ 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ടപ്പിൾ ഫോർമാറ്റിൽ എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഐറ്റത്തിൻ്റെ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടോ. ഇത് ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ 1 ആയിരിക്കും. ആ ഒരു ഐറ്റം പ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ 0 ആയിരിക്കും. ഫ്രാക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഒരു ഫ്രാക്ഷൻ മാത്രമേ നമ്മൾ അതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഗ്രീഡി അപ്രോച്ച് വഴി കിട്ടുന്ന മാക്സിമം ന്യൂട്രീഷണൽ വാല്യൂ നമുക്ക് ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണോ? സോ കറസ്പോണ്ടിങ് നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളത് നോട്ട്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആയതുകൊണ്ട് അതിനെ നമ്മൾ സെയിം എല്ലാ യൂണിറ്റ്സും ml കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, സോ കറസ്പോണ്ടിങ് അവൈലബിൾ ക്വാണ്ടിറ്റി കപ്സിലുള്ള എല്ലാ യൂണിറ്റ്സിനും നമ്മൾ എന്ത് ചെയ്തു ml മില്ലി കൺവേർട്ട് ചെയ്തിട്ട് ആദ്യം എഴുതാം. ദെൻ നമ്മൾ ആ ന്യൂട്രീഷണൽ വാല്യൂ കാലറീസ് പെർ ml കമ്പ്യൂട്ട് ചെയ്യാം. ഓക്കെ, കറസ്പോണ്ടിങ് ന്യൂട്രീഷണൽ വാല്യൂ അറിയാം, എത്ര ml ആണെന്ന് അറിയാം. സോ പെർ ml കറസ്പോണ്ടിങ് എത്രയാണെന്നുള്ളത് കാലറി എന്നുള്ളത് ആ റേഷ്യോ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. ദെൻ ഈ ഒരു റേഷ്യോനെ ബേസ് ചെയ്തിട്ട് ടേബിളിനെ സോർട്ട് ചെയ്യാനാണ് നമ്മൾ അടുത്ത് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടേബിളിനെ സോർട്ട് ചെയ്ത് ഈ ന്യൂട്രീഷണൽ വാല്യൂ ബൈ പെർ ക്വാണ്ടിറ്റീനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സോർട്ട് ചെയ്തപ്പോൾ കിട്ടിയ ടേബിളാണ്. ഇതാണ് സോർട്ടഡ് ടേബിൾ. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, ജസ്റ്റ് ഒന്നുകൂടി പറയണമെന്ന് മാത്രം. ഓക്കെ, ദെൻ നമുക്ക് ആ സോർട്ടഡ് ടേബിളിൽ നിന്ന് ഐറ്റംസ് 1 by 1 ആയിട്ട് നമ്മൾ സ്റ്റൊമക്കിലേക്ക് ആഡ് ചെയ്ത് കറസ്പോണ്ടിങ് കപ്പാസിറ്റി സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് ഫൈനലി എന്താണ് കറസ്പോണ്ടിങ് മാക്സിമം ന്യൂട്രീഷണൽ വാല്യൂ നമുക്ക് കമ്പ്യൂട്ട് ചെയ്ത് കിട്ടും. ഓക്കെ, സോ സെലക്റ്റഡ് ഐറ്റംസ് ആണെങ്കിൽ നമുക്ക് ഫൈനലി ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതാം. ഇപ്പോൾ നമ്മൾ ഈ ടേബിളിനകത്ത് ഉള്ള എല്ലാ ഐറ്റംസും എത്ര ക്വാണ്ടിറ്റി ആണോ വെച്ചേക്കുന്നത് കറസ്പോണ്ടിങ് കാലറി എത്രയാണെന്നുള്ളത് ഈ ടേബിളിൽ കണ്ടാൽ മനസ്സിലാവും. സമയമുണ്ടെങ്കിൽ അത് ഒന്നുകൂടി നമുക്ക് എടുത്ത് എഴുതാം. ഓക്കെ, സോ കറസ്പോണ്ടിങ് അൽഗോരിതം നോക്കാം. ഗ്രീഡി അൽഗോരിതം നമ്മൾ അൽഗോരിതം സ്റ്റാർട്ട് ചെയ്തു. സോ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി കൺവേർട്ട് ഓൾ ദ ക്വാണ്ടിറ്റീസ് ഇൻ ടു സെയിം യൂണിറ്റ്, എല്ലാം മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. ദെൻ വി കാൽക്കുലേറ്റഡ് ദ ന്യൂട്രീഷണൽ വാല്യൂ പെർ മില്ലി ലിറ്റർ ഫോർ ഈച്ച് റെസിപ്പി. ഓരോ റെസിപ്പിയുടെയും ന്യൂട്രീഷണൽ വാല്യൂ പെർ മില്ലി ലിറ്റർ എത്രയാണ് അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് സോർട്ട് ദ ഐറ്റംസ് ആണ്. എന്താണ് ഏതിനെ ബേസ് ചെയ്തിട്ടാണ് ന്യൂട്രീഷണൽ വാല്യൂ പെർ ml ബേസ് ചെയ്തിട്ട് നമ്മൾ ഐറ്റംസിനെ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദെൻ വി ഗ്രീഡിലി പിക്ക് ദ ഫുഡ് ഐറ്റംസ് സ്റ്റാർട്ടിങ് ഫ്രം ദ വൺ വിത്ത് ഹയസ്റ്റ് കാലറീസ് പെർ ml.
സോ നമ്മുടെ സ്ട്രാറ്റജി എന്താണ്? ഹയസ്റ്റ് കാലറീസ് ഉള്ള കാലറീസ് പെർ എം എൽ ഉള്ള ഫുഡ് ഐറ്റമിനെ പിക്ക് ചെയ്തു സ്റ്റൊമക്കിലേക്ക് പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഹയസ്റ്റ് വാല്യൂവിനെ പിക്ക് ചെയ്തു സ്റ്റൊമക്കിലേക്ക് പ്ലേസ് ചെയ്തു. സോ ദിസ് പ്രോസസ് നമ്മൾ എപ്പോൾ വരെ അൺടിൽ വി റീച്ച് ദ സ്റ്റൊമക്സ് കപ്പാസിറ്റി ലിമിറ്റ്, സ്റ്റൊമക്ക് ഫുൾ ആവുന്നത് വരെ നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സപ്പോസ് ഇഫ് ആൻ ഐറ്റം ഡസൻറ്റ് ഫിറ്റ് കംപ്ലീറ്റ്ലി വിത്തിൻ ദ റിമൈനിങ് കപ്പാസിറ്റി, നമുക്ക് ആ ഒരു ഐറ്റത്തിനെ ഫുള്ളി നമുക്ക് സ്റ്റൊമക്കിലേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? വി ഓൺലി ടേക്ക് എ പാർട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, അതിൻ്റെ ഒരു പോർഷൻ മാത്രം എടുക്കുക. ആൻഡ് ഇറ്റ്സ് ന്യൂട്രീഷണൽ വാല്യൂ ഈസ് പ്രൊപ്പോർഷണലി സ്കെയിൽഡ്. സോ അതിൻ്റെ ഒരു പോർഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ അതിനനുസരിച്ച് സ്കെയിലിംഗ് ചെയ്യാം. ഓക്കെ, ഫൈനലി വി പ്രിന്റ് ദ സെലക്റ്റഡ് ഐറ്റംസ്. ഏതൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തത്, ദെയർ ടോട്ടൽ ന്യൂട്രീഷണൽ വാല്യൂ. സോ എഫക്റ്റീവ് ആയിട്ടുള്ള ആ ലഞ്ച് മെനു ഏതാണെന്നുള്ളത് പ്രിന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഫൈനൽ മാക്സിമൈസ് ചെയ്തിട്ടുള്ള ന്യൂട്രീഷണൽ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാം. അതാണ് ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഇതിൽ. ദെൻ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.